ഹായ് ഗായ്സ്, വെൽക്കം ടു യുകെസ് റിയാക്ഷൻ. അപ്പോൾ നമ്മളിന്ന് ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ് എങ്ങനെ ചെയ്യുമെന്നാണ് നോക്കാൻ പോകുന്നത്. ഗൈസ്, ഈ വീഡിയോയിൽ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളുണ്ട്. ഞാൻ വീഡിയോ എടുത്ത ഭാഗം കുറച്ച് റൊട്ടേറ്റ് ആയിപ്പോയി. നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് കാണുക ഗൈസ്. ഓക്കെ, നമുക്ക് പെൻസിൽ വെച്ച് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ഏകദേശം അങ്ങനെ വരച്ചു കൊടുക്കാം. സർക്കിളാണ് ആദ്യം തന്നെ വേണ്ടത്. ഓക്കെ, ഞാൻ അവിടെ 4B പെൻസിൽ വെച്ചാണ് വരക്കുന്നത്. ഇത് കറക്റ്റ് റൗണ്ട് ഒന്നും ആയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചെറിയ വരയൊക്കെ ഈ സൈഡിലൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനത് റൗണ്ട് ഒന്ന് മായ്ച്ചിട്ട് കറക്റ്റാക്കി വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ റൗണ്ട് പിന്നെയും മായ്ച്ചു. അതിന് ചെറിയൊരു വര മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ഡോംസിൻ്റെ പെൻസിൽ കളറിൻ്റെ ഗ്രീൻ, കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും കാര്യങ്ങളും എടുത്തിട്ട് അതിൻ്റെ ചുറ്റും സൈഡിലായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, നല്ല രീതിക്ക് തന്നെ അടിച്ചു കൊടുക്കാം നമുക്ക് അവിടെ തന്നെ. കുറച്ചും കൂടി കട്ടിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞാനിപ്പോൾ ഗ്രീൻ കളർ അടിച്ചു കൊടുത്ത ആ ഭാഗത്ത് പെൻസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫുൾ ഷെയ്ഡ് ചെയ്യൊന്നും വേണം, കുറച്ച് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എങ്ങനെ കളർ അടിച്ചൊക്കെ. ഇത് ഏത് ബിഗിനേഴ്സിനും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റിയലിസ്റ്റിക് ആർട്ടാണ്. ഓക്കെ, അതിൻ്റെ ബാക്കിയുള്ള വട്ടത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇതേപോലെ അതിലും കുറച്ചും കൂടി ലൈറ്റായിട്ടില്ല ഗ്രീൻ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ക്യാമറയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ മുമ്പോട്ടാക്കിയതാണ് കുറച്ച്. പിന്നെ മോള് ഭാഗം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. മോള് ഭാഗം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ കളറടിക്കുന്നവരെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ അതിൻ്റെ ഒരു ഫിനിഷ് വന്നാണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. ആ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി മിക്സായി വരുമ്പോൾ ഈ ഒരു ടെക്സ്ചറായിട്ട് വരും. അത് ഈ ലൈറ്റ് ഗ്രീന് ഡാർക്കിലേക്കും കൂടി ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് അതിൻ്റെ ആ കളറിൽ അങ്ങ് കിട്ടും. ഓക്കെ, നമ്മൾ ചെയ്യുന്നുണ്ടോ. ഇതിൻ്റെ നടുക്കൊരു ഗ്യാപ്പ് വിടണം. അവിടെ നമുക്ക് കിവിൻ്റെ ഒരു സ്റ്റാർ പോലത്തെ സംഭവമൊക്കെ വരച്ചു കൊടുക്കാനുള്ളതാണ്. ഓക്കെ, ഇത് സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന സംഭവമാണ്. അടുത്തത് നമ്മളൊരു മഞ്ഞ കളറ്, ശരിക്കും മഞ്ഞയല്ല, ഏതൊരു മഞ്ഞ പോലത്തെ ഒരു ഷെയ്ഡാണ്, അതങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറിയ സ്റ്റാർ കണക്കിന് നമ്മൾ വരക്കാണ്. ഫുള്ള് സ്റ്റാർ അല്ല, ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വരച്ചിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വരക്കാം, അല്ലെങ്കിൽ കിവി നോക്കി വരക്കാം. ഓക്കെ, അടുത്ത നമ്മുടെ പരിപാടി അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഓരോ വര ഇട്ട് കൊടുക്കാം. ചിലതൊക്കെ പുറത്തൊന്നും പോകാണ്ട് നോക്കണം, പുറത്ത് പുറത്ത് പോയ പണിയാണ് ഗൈസ്. അയ്യോ ഗൈസ്, ഞാൻ ഒന്ന് വരച്ച പുറത്ത് പോയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഇത് പോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ പച്ച വരയെ കൂടെ നല്ല രീതിക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ. അതിൻ്റെ ചുറ്റും ചെറുതായിട്ടൊന്ന് പച്ച കളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് വെച്ചെടുത്തിട്ട് അവിടെ അതിൻ്റെ ചുറ്റും ഒരു വരേൻ്റെ സൈഡാക്കി കൊടുക്കാം. എന്നിട്ട് ഇതാ എക്സ്ട്രാ വന്ന ആ വരയിലൂടെ അടിച്ചപ്പോൾ ആ വര കാണണ്ടായി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, ശരിക്കും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യൊന്നും വേണ്ട. ഓക്കെ, അടുത്ത നമുക്ക് ഇതിൻ്റെ കുരു വരക്കണം. അതിനുവേണ്ടി അമ്മേൻ്റെ ഐലൈനർ ഞാൻ കട്ടെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് അക്രിലിക് പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് വരക്കാം. അപ്പം ഞാൻ ഇത് ഈ വീഡിയോയിൽ വരക്കണം അതേ കണക്കിന് നിങ്ങൾ വരക്കുക. അല്ലാണ്ട് ഇത്ര അധികം വേണമെന്നില്ല, ഇതൊക്കെ എവിടെ വേണ്ടിക്കും നിങ്ങൾക്ക് വരക്കാം ഗൈസ്. എൻ്റെ നീളം കുറച്ച് കൂടിപ്പോയി ഓരോന്നിൻ്റെയും. ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ വരക്കുക കണ്ടോ, ഇങ്ങനെയും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് അത്ര ഭംഗിയൊന്നും ഉണ്ടാവും തോന്നുന്നില്ല, ഇത് കറക്റ്റായിട്ട് ഞാൻ വരച്ചതില്ല. റൗണ്ട് കറക്റ്റായാൽ നിങ്ങൾ കോമ്പസൊക്കെ അടിച്ച് വരയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ കോമ്പസ് ഇല്ലാതെയാണ് വരച്ചത്. നിങ്ങൾ കോമ്പസ് വെച്ച് വരക്കുന്നതാണ് അത്രയും നല്ലത് ഗൈസ്. നമ്മൾ നേരത്തെ ആ സ്റ്റാർ വരച്ച അതേ പെൻസിലെടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള ആ ഭാഗം കൂടി വരക്കാൻ പോവാണ്. ഡോംസിൻ്റെയാണ് ഗൈസ് ഞാൻ ഈ വാങ്ങിയത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല കമ്പനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, നമ്മളതിൻ്റെ പുറത്തുള്ള ആ ഒരു സംഭവം അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് ഇതേ കളറങ്ങ് അടിച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ഈ കളർ അടിച്ചതിൻ്റെ മുകളിൽ നമുക്ക് ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാനുള്ളതാണ്. നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊടുക്കാം. കുറച്ച് കട്ടി കുറച്ചിട്ടടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നിങ്ങളാരും നമ്മുടെ ചാനലിൻ്റെ സബും ലൈക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം, എന്നാലേ നമുക്ക് കുറച്ച് സബ്ബൊക്കെ ആകാൻ പറ്റും. ഇപ്പം കുറച്ച് സബ്ബേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ യെല്ലോ ഷെയ്ഡും കാര്യങ്ങളും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുതാക്കി വരക്കാവുന്നതാണ് നിങ്ങൾക്ക്. അതിൻ്റെ മുകളിൽ നമുക്ക് ബ്രൗൺ ഷെയ്ഡും കാര്യങ്ങളും കൊടുക്കേണ്ടതാണ്. ഞാനതിൽ മെയിനായിട്ട് കാണിക്കുന്ന പുറത്തെ ആ സംഭവമൊന്നുമില്ല, ഉള്ളിലത്തെ ആ കളറ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് ഈ വീഡിയോൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. വരക്കലല്ല. നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് നോക്കി വരക്കാൻ പറ്റും. അതിൻ്റെ മുറിച്ച് വെച്ചതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ടെക്സ്ചർ കളേഴ്സ് മിക്സാക്കി കൊടുക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു തന്നത്. കിവി വരച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ പുറത്ത് ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതിലും കുറച്ചും കൂടി ഡാർക്ക് ബ്രൗണും കൂടി ഒന്ന് കൊടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഡാർക്ക് ബ്രൗണും കൂടി എടുത്ത് കുറച്ചൊന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വലിയ കളറൊന്നും തിരിയാനൊന്നും പോകുന്നില്ല, എന്നാലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഡാർക്ക് ബ്രൗൺ അതിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്കിന് കൊണ്ട് നിഴൽ ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കുകയുണ്ട്. ആ വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ കിവി ഇങ്ങനെയാണ് വരുന്നത്. എന്തായാലും ഇത് അത്ര ഭംഗി രസമൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ കാണിക്കാനാണ് വരച്ചത്, അതുകൊണ്ട് തന്നെ അത്ര വലിയ കുഴപ്പം. ഓക്കെ, ഇനി നമുക്ക് ബ്ലാക്ക് കളറിനും കൂടെ അതിന് നിഴലൊന്ന് ചെറുതായിട്ട് വരച്ചു കൊടുക്കാം ഗൈസ്. നിഴൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല പോലെ വരക്കാം ഗൈസ്. ചിലപ്പോൾ ഇപ്പുറത്ത് വരക്കാം, ഈടെ വരക്കാം, ഞാൻ വരക്കുന്നിടക്ക് വരക്കാം. അല്ലേ നിങ്ങൾ കറുപ്പ് കളർ വെച്ച് അവിടെ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്താൽ മതി. ഓക്കെ, എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ബോക്സ് എപ്പോഴും ഓൺ ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ചെറുതായിട്ട് ആ നിഴലൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നിഴലൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിൻ്റെ മുകളിലത്തെ ടെക്സ്ചർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അങ്ങോട്ട് കണ്ണ് ബ്ലാക്ക് സംഭവമില്ലേ, അതാണ് ഗൈസ് മാഗ്നറ്റ് ഗൈസ്. അവിടെ ഉള്ളതാണ്. ഓക്കെ, നമ്മൾ നിഴൽ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തൊന്ന് ചെറുതായിട്ട് ഒരു ടാബിളിൻ്റെ ആ ഒരു ഫീലിങ്ങിന് ഷെയ്ഡും കൂടി ചെയ്ത് കൊടുക്കാം. 4B പെൻസിൽ തന്നെ എടുത്തിട്ട്. ഇത് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഈ ടാബിൾ വരക്കുമ്പോൾ നിഴൽ കുറച്ച് പൊന്തിയ പോലെ ഉണ്ടാവും. ഈ നിഴലിൻ്റെ അടിയിലൂടെ തന്നെ ടാബിൾ വരക്കണം. അപ്പോൾ ബൈ.